നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു സിനിമയുടെ റിവ്യൂ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. എന്നാൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒട്ടും മാറുന്നില്ല. ആധ്യാത്മികമായിട്ടുള്ള ഭാരതീയമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് സിനിമയുടെ റിവ്യൂ നമ്മൾ ചെയ്യുന്നത്. പറയാതിരിക്കാൻ വയ്യ, ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രയോജനകരമാവുന്ന അറിവ് നൽകുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ പുരാണ സംബന്ധിയായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിനുശേഷം ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടേറെ അറിവുകൾ പ്രത്യേകം വീഡിയോകളായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ പുരാണങ്ങൾ അതിവിശാലമാണ്. ലോകത്തെങ്ങും ഇത്തരത്തിലുള്ള ഒരു അമൂല്യ സമ്പത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ അതിലെ വിഷയങ്ങൾ നിരവധിയാണ്. ആ വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോകളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 4-5 വീഡിയോ ഇതിന്റെ ഭാഗമായിട്ട് അധികമായിട്ട് വന്നേക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമയുടെ റിവ്യൂ തന്നെയാണ്. ഏകദേശം നിങ്ങൾക്ക് സിനിമയുടെ പേര് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കൽക്കി AD 2898 എന്ന സിനിമയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു ബ്രഹ്മാണ്ഡ ചലച്ചിത്രം എന്ന് പറയാം. എല്ലാവരും നിർബന്ധമായിട്ട് കാണേണ്ട ഒരു ചലച്ചിത്രമാണ്. നമ്മുടെ പുരാണ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അതിനകത്തുണ്ട്. പുരാണ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ പലരും വിശ്വാസമില്ലാത്തവരിൽ പലരും നെറ്റി ചുളുക്കിയേക്കാം. പുരാണങ്ങളെല്ലാം കെട്ടുകഥകളാണ് എന്നാണ് പലരുടെയും ധാരണ. അവരൊക്കെ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് തന്നെ ആദ്യം എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ഒക്കെ സ്ഥലങ്ങളും നടന്ന സംഭവങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള അവശേഷങ്ങളും ഒക്കെ ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. എന്നിട്ടും അവരൊക്കെ ഇത് തമസ്കരിച്ചുകൊണ്ട് ഇതെല്ലാം കെട്ടുകഥയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ എഴുതിയ ഒരു കഥ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കൊക്കെ മറ്റ് ദുരുദ്ദേശങ്ങൾ ഉണ്ട് എന്ന് തന്നെ വ്യക്തമായിട്ട് പറയണം. കൽക്കി എന്ന സിനിമയിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ 10ാമത്തെ അവതാരത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അത് അവരുടെ കൺസെപ്റ്റിൽ അതായത് സംവിധായകന്റെ ഭാവനയിൽ 800-ലധികം വർഷങ്ങൾക്ക് ശേഷം വരുന്ന കാര്യങ്ങളെ അദ്ദേഹം ഊഹിച്ചെടുത്ത് സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് സിനിമയുടെ ഏകദേശ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. കഥ പറഞ്ഞ് നിങ്ങളെ സിനിമ കാണാനുള്ള ആകാംക്ഷയും നിങ്ങളുടെ സിനിമ കാണുമ്പോഴുള്ള രസവും ഞാൻ നശിപ്പിക്കുന്നില്ല. എന്നാൽ സിനിമയിൽ തന്നെ പ്രതിപാദിക്കുന്ന ഏതാനും ചില അറിവുകളെയാണ് ഇതിലൂടെ പറയുന്നത്. ഭവിഷ്യപുരാണം, വിഷ്ണു പുരാണം തുടങ്ങി നിരവധിയായിട്ടുള്ള പുരാണങ്ങളിൽ കൽക്കിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൽക്കി എന്ന മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരത്തെ കുറിച്ച് ഒരു പ്രത്യേകം വീഡിയോ അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. അതിൽ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറയാം. മഹാവിഷ്ണുവിന്റെ 9 അവതാരങ്ങൾ കഴിഞ്ഞതായിട്ടാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത്. അത് തന്നെയാണ് കൽക്കി എന്ന സിനിമയിലും പറയുന്നത്. കൽക്കി എന്ന സിനിമ കാണിക്കുമ്പോൾ തന്നെ അർജുനനും ശ്രീകൃഷ്ണനും അശ്വത്ഥാമാവുമായിട്ടുള്ള യുദ്ധമാണ് കാണിക്കുന്നത്. അശ്വത്ഥാമാവ് എന്ന കഥാപാത്രം കൽക്കി സിനിമയിൽ വരുന്നുണ്ട്. അശ്വത്ഥാമാവ് മഹാഭാരത യുദ്ധത്തിന് ശേഷം ശ്രീകൃഷ്ണന്റെ ശാപം മൂലം അദ്ദേഹത്തിന് ചിരഞ്ജീവി എന്ന മരണമില്ലാത്ത അവസ്ഥ വരമായിട്ട് ലഭിച്ചിട്ടുള്ളതാണ് അശ്വത്ഥാമാവ്. ഭഗവാൻ ശിവന്റെ ഉപാസകനാണ്. അദ്ദേഹത്തിന്റെ ഒരു അമൂല്യ രത്നം ഇദ്ദേഹത്തിന്റെ നെറ്റിയിൽ ജന്മനാ കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. അശ്വത്ഥാമാവ് എന്ന കഥാപാത്രം കൽക്കി സിനിമയിൽ വരുന്നുണ്ട്. ശ്രീകൃഷ്ണൻ ഏകദേശം 125 വയസ്സുവരെ ജീവിച്ചിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ശ്രീകൃഷ്ണന്റെ മരണം സംഭവിക്കുന്നത് BC 3103 വരെയാണ്. 3103 എന്നാണ്. അതിനുശേഷം ധർമ്മപുത്രർ ഈ ലോകത്തോടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് മഹാപ്രസ്ഥാനത്തിനായിട്ട് യാത്രയാകുന്ന സമയമാണ് കലിവർഷം ആരംഭിക്കുന്നത് എന്നാണ്. അതായത് ശ്രീകൃഷ്ണന്റെ മരണശേഷവും ഏതാനും നാളുകൾക്ക് ശേഷമാണ് കലിവർഷം ആരംഭിക്കുന്നത്. അത് 3102 BC-യിലാണ് കലിവർഷം ആരംഭിക്കുന്നത്. നമ്മുടെ പുരാണങ്ങൾ പ്രകാരം ഏകദേശം കലിവർഷം 6000 ആണ്ട് കഴിയുമ്പോൾ കൽക്കി അവതരിക്കുമെന്നും ഒക്കെയുണ്ട്. കൽക്കിയെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പൂർണ്ണമായിട്ട് നമുക്ക് പ്രതിപാദിക്കാം. ഇപ്പോൾ AD 2024 ആണ്ട് കൽക്കി സിനിമയിൽ പറഞ്ഞിരിക്കുന്ന വർഷം, ആ സംഭവം നടക്കുന്ന വർഷം 2898 ആണ്. അതായത് ഇനിയും 874 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് പറയുന്നത്.
കഥയില് ഒരുപാട് കാര്യങ്ങൾ സംവിധായകന്റെ ഭാവനയിലുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ നടക്കണം എന്നൊന്നുമില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ ഭാവനയാണ്. കൽക്കി AD 2898 എന്നുള്ള ആ വർഷത്തെ പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതും കലിവർഷം ആരംഭിച്ച 3102 വർഷവും കൂടെ കൂട്ടുമ്പോൾ ആകെ കിട്ടുന്നത് 5990 വർഷമാണ്. അതായത് നമ്മുടെ കൽക്കി 2898 എന്ന സിനിമ തുടങ്ങുന്ന ആ സിനിമയിൽ പ്രതിപാദിക്കുന്ന വർഷം കലിവർഷം 5990 എന്ന വർഷമാണ്. നമ്മുടെ പുരാണങ്ങൾ പ്രകാരം 6000 വർഷങ്ങൾക്ക് ശേഷം കലി ഭൂമിയിൽ അവതരിക്കുമെന്നാണ്. അതായത് അദ്ദേഹത്തിന്റെ ബാല്യകാലം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ആ അവതാര ഉദ്ദേശം പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തുന്നത് 6000 വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് എന്നാണ് അർത്ഥം. അത് തന്നെയാണ് കൽക്കി 2898 എന്ന സിനിമയിലും പ്രതിപാദിക്കുന്നത്. ഈ സിനിമയിൽ ശ്രീകൃഷ്ണനും അർജുനനും അശ്വത്ഥാമാവുമായിട്ട് ചെയ്ത യുദ്ധത്തിന്റെ ഏകദേശം റീക്രിയേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അശ്വത്ഥാമാവ് പാണ്ഡവരോട് ചെയ്ത ക്രൂരതയും യുദ്ധത്തിന്റെ അന്ന് രാത്രിയിൽ, യുദ്ധം അവസാനിച്ചതിന്റെ അന്ന് രാത്രിയിൽ മരണശയ്യയിൽ കിടക്കുന്ന ദുര്യോധനന്റെ ആവശ്യപ്രകാരം ചെയ്യുന്ന അധർമ്മവും, അതായത് രാത്രിയിൽ ഇരുളിന്റെ മറവിൽ പാണ്ഡവരുടെ മക്കളെയും ഉറങ്ങിക്കിടന്നവരെയൊക്കെ വെട്ടിക്കൊല്ലുന്ന ആ ഒരു ദുഷ്കർമ്മത്തെയും ഒക്കെ ഈ കഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ അശ്വത്ഥാമാവിനെ ശപിക്കുന്നതായിട്ടാണ്. ആ ശാപത്തിന്റെ ഫലമായി 6000 വർഷം രോഗങ്ങൾ കൊണ്ട് നരകിച്ച് ഭൂമിയിൽ കഴിയാനുള്ള ശാപമാണ് നൽകുന്നത്. അതിനുശേഷം അതിന് പ്രായശ്ചിത്തം എന്ന രീതിയിൽ കൽക്കിയെ രക്ഷിക്കേണ്ടതായിട്ടുള്ള ചുമതലയും അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. അശ്വത്ഥാമാവിനെ കുറിച്ച് പറയുന്ന വീഡിയോയിൽ ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പ്രതിപാദിക്കാം. കൂടാതെ ഉത്തരയുടെ ഗർഭത്തിലെ കുട്ടിയെ അശ്വത്ഥാമാവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ കഥയുടെ ഭാഗമാണ്. അത് നിങ്ങൾ കണ്ടു തന്നെ അതിന്റെ രസം മനസ്സിലാക്കുക. കഥയിൽ കാശി നഗരം ഇനിയും 800 വർഷം കഴിയുമ്പോഴുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. ഗംഗാനദിയൊന്നും ഇല്ല. കഥയിൽ ഒരു ശമ്പാല നഗരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ശമ്പല എന്നൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു നഗരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന നഗരം സിനിമയിൽ VFX എഫക്റ്റോടുകൂടി നല്ല രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. എന്നാൽ അതൊക്കെ സംവിധായകന്റെ ഭാവനയാണ്. അങ്ങനെയൊക്കെ ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിരുന്നാലും ശമ്പാള എന്ന ഗ്രാമത്തെക്കുറിച്ച് നിരവധിയായിട്ടുള്ള പഠനങ്ങൾ നടക്കുകയാണ്. ആ ഗ്രാമം കൈലാസ മാനസ സരോവറിൽ ഇപ്പോഴും ഉണ്ട് എന്നും അവിടുത്തെ മനുഷ്യർ വളരെ കഴിവുറ്റവരാണെന്നും അവർ അഡ്വാൻസ്ഡ് ആണെന്നും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കതൊക്കെ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യാം. ഈ അവസരത്തിൽ ഞാൻ മറ്റൊരു ഭൂഖണ്ഡത്തെ കുറിച്ച് പറയുകയാണ്. കുമാരി ഖണ്ഡം എന്ന ഭാരതത്തിന്റെ, അതായത് കേരളം തമിഴ്നാടിന്റെ ഭാഗത്തോട് സമുദ്രത്തിൽ അതിനോട് ചേർന്ന് കിടന്നിരുന്ന ഓസ്ട്രേലിയ വരെ വ്യാപിച്ചിരുന്ന ഒരു വലിയ ഭൂഖണ്ഡം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നുവെന്നും അതിൽ തമിഴും സംസ്കൃതവും ഒക്കെ സംസാരിക്കുന്ന ഭാരതീയരായിട്ടുള്ളവർ വസിച്ചിരുന്നുവെന്നും ഒക്കെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. തമിഴ് കൃതികളിലുമൊക്കെ നിരവധിയായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ആ ഭൂഖണ്ഡം കടലെടുത്ത് പോയതായിട്ടാണ് ഇന്ന് അതിന്റെ പഠനങ്ങൾ നടക്കുകയാണ്. പഠനങ്ങളിൽ ശാസ്ത്രകാരന്മാർ അങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കുമാരിഖണ്ഡം എന്നുള്ളത് ഈ സിനിമയുടെ വിഷയമല്ല. എന്നിരുന്നാലും ഈ അവസരത്തിൽ പറഞ്ഞുവെന്ന് മാത്രം. കുമാരിഖണ്ഡം നിങ്ങൾക്കൊരു നല്ല അറിവായിരിക്കും. ആ കുമാരിഖണ്ഡത്തെ കുറിച്ചുള്ള ഒരു പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. 800 വർഷങ്ങൾക്ക് ശേഷമുള്ള ഭൂമിയുടെ അവസ്ഥയും മറ്റും സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ സംവിധായകന്റെ ഭാവനയാണ്. പക്ഷെ അതിഗംഭീരമാണ്. നമ്മുടെ മനസ്സിനെ അതൊക്കെ പിടിച്ചിരുത്തുന്നതാണ് എന്ന് തന്നെ പറയണം. മഹാഭാരതത്തിലെ സംഭവ കഥകൾ നടന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും വ്യക്തമായിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ കൊട്ടാരമായിട്ടുള്ള ദ്വാരകയുടെ അവശിഷ്ടം ഇപ്പോൾ ഗുജറാത്തിനടുത്ത് സമുദ്രത്തിനടിയിൽ പര്യവേഷണം ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ആ ദ്വാരക ഭൂമിക്കടിയിലുള്ള, അതായത് സമുദ്രത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ദ്വാരകയിലേക്ക് ഓക്സിജൻ മാസ്ക് വെച്ച് സഞ്ചരിച്ച് ആ ദ്വാരകയൊക്കെ കാണുന്ന ഒരു വീഡിയോ ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിൽ അത്തരത്തിൽ സമുദ്രത്തിനകത്തേക്ക് പോയി ദ്വാരക കാണുന്ന ഒരു ടൂറിസം എന്നുള്ള രീതിയിൽ കാണുന്നതിന് ഇപ്പോൾ അതിവിശാലമായിട്ടുള്ള സാധ്യതകൾ തുറന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ കുമാരിഖണ്ഡവും ശമ്പാല എന്ന ഗ്രാമവും ഒക്കെ നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്
100% ശരിയാണ് എന്ന് തെളിയിക്കുന്ന പഠനങ്ങളുണ്ട്. ശംബാല എന്ന ഗ്രാമത്തിൽ എത്താനായിട്ട് അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ ശാസ്ത്രകാരന്മാർ നിരവധിയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും സാധിക്കുന്നില്ല. നമ്മുടെ ഭൂമിയിൽ പലപ്പോഴും ഏലിയൻസ് പ്രത്യക്ഷപ്പെടാറുണ്ട്, അന്യഗ്രഹ ജീവികൾ. അവരുടെ പേടകമൊക്കെ വട്ടത്തിലുള്ള വൃത്താകൃതിയിലുള്ള പേടകത്തെയൊക്കെ പലരും കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പുരാണ പ്രകാരം ഈ ശംബാല എന്ന ഗ്രാമത്തിൽ ജീവിക്കുന്നവരുടെ വാഹനമായിരിക്കാം അതൊക്കെ. അങ്ങനെയും ശാസ്ത്രകാരന്മാർ പറയാറുണ്ട്. കാശി ക്ഷേത്രത്തിന്റെ അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. അശ്വത്ഥാമാവ് കാശി ക്ഷേത്രത്തിനകത്ത് വിശ്രമിക്കുന്ന രീതിയിൽ സിനിമയിൽ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പൊതുവായിട്ട് പറയുകയാണ്. സിനിമ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മുടെ പുരാണങ്ങൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് അതിന്റെ സത്യാവസ്ഥ തന്നെ ബോധിപ്പിക്കുന്നുണ്ട്. വളരെ കാണേണ്ട സിനിമയാണ്. ബാഹുബലി എന്ന സിനിമയിലൂടെ പ്രസിദ്ധനായിട്ടുള്ള പ്രഭാസ് ഈ സിനിമയുടെ കഥാപാത്രമാണ്. അതോടൊപ്പം തന്നെ അമിതാഭ് ബച്ചൻ എന്നുള്ള 80-ലധികം വയസ്സ് പ്രായമുള്ള അമിതാഭ് ബച്ചന്റെ പ്രകടനവും അതിഗംഭീരമാണ്. നിരവധിയായിട്ടുള്ള കമലഹാസനെ പോലുള്ള വ്യക്തികളും ഇതിനകത്ത് കഥാപാത്രങ്ങളാകുന്നുണ്ട്. അവരുടെയൊക്കെ പ്രകടനങ്ങൾ അത്യപൂർവമാണ്, അതിഗംഭീരമാണ് എന്ന് തന്നെ പറയണം. ദുൽഖർ സൽമാൻ ഉൾപ്പെടെ മലയാളികളും ഇതിനകത്ത് താരങ്ങളാകുന്നുണ്ട്. സിനിമയുടെ VFX വർക്ക് അതിഗംഭീരമാണ്. വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല. അതോടൊപ്പം എല്ലാ കഥാപാത്രങ്ങളുടെയും അഭിനയം ഗംഭീരമാണ്. സംവിധായകന്റെ പേര് പറയാതെ നിർവാഹമില്ല. നാഗ് അശ്വിൻ എന്ന യുവ സംവിധായകൻ അതിഗംഭീരമായിട്ട് ചെയ്തിരിക്കുകയാണ്. ഈ സിനിമ 1-ലധികം ഭാഗങ്ങളായിട്ടാണ്. ഇത് കഥയുടെ 10% പോലും ആയിട്ടില്ല എന്ന് തന്നെ പറയണം. ചിലപ്പോൾ 2ാം ഭാഗമോ 3ാം ഭാഗമോ വന്നാലും അതിശയിക്കേണ്ടതില്ല. അതെല്ലാം ഇതിനപ്പുറം ഗംഭീരമാകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഈ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കാണുക. ഞാൻ കണ്ടത് മലയാളം സിനിമ തന്നെയാണ്. മലയാളം ഡബ്ബിംഗ് സിനിമയാണ്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഏതാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്നത് അത് നോക്കി നിങ്ങൾ കാണുക. മലയാളമാണ് കണ്ടത്, പക്ഷേ ഒറിജിനൽ അതിന്റെ ഹിന്ദിയിലാണ്. ഹിന്ദി കാണുകയാണെങ്കിൽ വളരെ ഗംഭീരമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ യാദൃശ്ചികവശാൽ മലയാള വെർഷനാണ് കണ്ടത് എന്ന് മാത്രം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൽക്കി ആരാണ്, അശ്വത്ഥമാവ് ആരാണ്, ശംബാല എന്ന ഗ്രാമം എന്നീ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മറ്റൊരു പ്രത്യേകം വീഡിയോകളിലൂടെ കാണാം. ഈ വീഡിയോ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, ശുഭദിനം.